അപ്പൊ നമ്മളിത് ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഡെലിവറി യഫീദ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇന്നാണ് വിളിച്ച ഡേറ്റ് എന്നറിയായിരുന്നു, പക്ഷേ ഡെലിവറി ഇന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ബോയ് ഓർ ഗേൾ. ഞാൻ ഓൾറെഡി എനിക്കൊരു ഗസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും വീഡിയോൻ്റെ ബാബ വന്നിട്ട് പറയാം. അങ്ങനെ നമ്മളത് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ പേവാട് എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണ് പോണേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ മാമി ഉള്ളിലായിരുന്നു കേട്ടോ, അതായത് എന്താ ലേബർ റൂമിൻ്റെ ഉള്ളിലായിരുന്നു മെഡിസിൻ വെക്കാനായിട്ട്. എന്നിട്ട് വന്നതിന് ശേഷം ഗോൾഡൊക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടോ, കാര്യം കുറച്ച് പർച്ചേസ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ പാത്തു മമ്മിയുടെ കസിനാണ് കേട്ടോ. അപ്പോൾ മോളെ വീട്ടിലോട്ട് വിടാനായിട്ട് ബസ് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ കാര്യം ബ്രദർ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു മോളെ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിതേ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണേ, മാമായും ഞാനും കൂടി. അപ്പോൾ ഇത് മാമിയുടെ കുഞ്ഞുമ്മാടെ മോളാണ് കേട്ടോ. അപ്പോൾ മോളെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നതാണ്. കാര്യം കുളത്തുപ്പുഴയാണ്, കുറച്ച് ദൂരമുണ്ട്. അപ്പം ഇവർ എക്സ്പെക്ട് ചെയ്തില്ല ഇന്ന് ഡെലിവറി ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് അഡ്മിറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ പ്രിപ്പയർഡ് അല്ലാണ്ടാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ മോളെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മളിത് ലിറ്റിൽ ഡാർവിൻസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാര്യം നമ്മുടെ ബേബിക്കുള്ള ബെഡും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ അത് വാങ്ങാനായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫിദൂട്ടി ഞാനും ഈ 2 എണ്ണം വെച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം ഒരെണ്ണം വലുതാണ്, പക്ഷെ ഒരെണ്ണം കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടതായിട്ട് തോന്നി. കണ്ടത് നോക്കി, പിടിച്ചു നോക്കി, എടുത്തു നോക്കി. കളർ കൊള്ളാം, ബ്ലൂ. ആ അങ്ങനെ ഞാൻ പിന്നെ ഈ ബേബി ബെഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫിദൂട്ടിയാണ് കേട്ടോ എടുത്തത്. മാമ ഇവിടെ ഉണ്ട്. മാമ ഒരു അഭിപ്രായവും പറയില്ല, ഞങ്ങളുടെ ഇഷ്ടം എന്താണോ അതാണ് കേട്ടോ മാമക്ക് നോക്കണേ. അങ്ങനെ നമ്മൾ ഈ ബെഡ് സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ട് ഞാൻ അവിടെ കൊടുത്തതാണ്. ഇനിയും നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ടുണ്ട്. ഇപ്പോൾ ബേബി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും റിവീൽ ചെയ്യുന്നതായിരിക്കും, ഇനി ഇടാം. അപ്പം ബേബി ഇന്നലെയാണ് ബേബി ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അതിന് മുന്നേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോയാണ്, എൻ്റെ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ നമ്മളിതേ കണ്ടോ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള സോക്സ്. ഇത് ബാവയുടെ കാലിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, ഇതുവരെ ഇട്ട് നോക്കിയില്ല. എനിക്കാണെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിൽ എല്ലാ ഡ്രസ്സും ഇഷ്ടമായി. പിന്നെ ഞാൻ റോംബേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ ഞാൻ വെച്ചിട്ടിപ്പം ബാവയെ കണ്ടിട്ടില്ലല്ലോ, ബാവ ജനിച്ചില്ലല്ലോ. അപ്പം ഞാൻ വെച്ചു ബാവേനെ കണ്ടിട്ട് റോംബർ വാങ്ങിക്കാം. കാരണം എനിക്കാണെങ്കിൽ ഈ പിള്ളേർക്ക് സെലക്ട് ചെയ്ത് അറിയത്തുമില്ല. അങ്ങനെ ഞാൻ കുറേ കുഞ്ഞുടുപ്പുകൾ വാങ്ങി. ഇപ്പോൾ കുറേ ദിവസത്തേക്ക് കുഞ്ഞുടുപ്പല്ലേ കൂടുതലും ഇടുക. അങ്ങനെ ഞാൻ എല്ലാ കളറിൽ നിന്നും ഓരോന്ന് എടുത്തു. പിന്നെ ഞാൻ വൈറ്റ് കുറച്ച് കൂടുതലെടുത്തു. കാര്യം നോർമലി ഒരു 40 ദിവസം വരെ നമ്മൾ പ്ലെയിൻ കളേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുക. അങ്ങനെ ഞാൻ കുറച്ച് പ്ലെയിൻ കളേഴ്സ് എടുത്തിട്ടുണ്ടായി. അപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. ഞാൻ എപ്പോൾ ഏത് മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നാലും ലിറ്റിൽ ഡാർവിൻസിലാണ് വരാറ്. അങ്ങനെ ആ ചേച്ചി അവിടുന്ന് വേറെ കുറച്ച് കളക്ഷൻസിൽ നിന്നിട്ട് എല്ലാ കളേഴ്സിൽ നിന്ന് ഓരോന്ന് എടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ബാബമാർക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ടുള്ളത്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദൂട്ടൻ ജനിച്ച് 4 വർഷത്തിന് ശേഷമല്ലേ ഈ വാവ വരാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വാവ എങ്ങനെ ഇരിക്കും, ഏത് ജെൻഡർ ആയിരിക്കും, എന്ത് പേരിടും നമ്മൾ, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ബെഡും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബെഡൊക്കെ വാങ്ങാനായിട്ട് ലിറ്റിൽ ഡാർവിൻസിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ ബെഡും അതുപോലെ ക്യാരി ബെഡും പിന്നെന്താ ബേബി കിടത്തുന്ന ബെഡുമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ശീലയിൽ ആദൂട്ടെന്നൊന്നും ഞാൻ അങ്ങനെ എടുത്ത് ഇത് ന്യൂ ബോണിനുള്ള പാമ്പേഴ്സാണ്. അപ്പം ഇതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതേ കണ്ട നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ക്രാഡിൽ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഷോപ്പിലൊക്കെ പോയി ക്രാഡിൽ നോക്കി വെച്ചു, പക്ഷേ ഇതുവരെ വാങ്ങിയില്ല. വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം ഇനി മാമീനെ എന്താ പറയുക വീണ്ടും ലേബർ റൂമിൽ കയറ്റാനും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തന്നെ ഉണ്ടാവും എന്നാണ്, പക്ഷേ പിറ്റേന്നായിരുന്നു കേട്ടോ ഡെലിവറി. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സൂൺ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതുപോലെ ഇപ്പം നിങ്ങൾക്കായാലും കാണാനൊരു ആകാംക്ഷയില്ലേ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബൈ.